ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സീസ് ഇറ്റ് മാനുവൽ ഇറ്റ് ഇസ് ഇൻ 24 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 4 ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്. കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് പറ്റിപ്പോയ ഒരു തെറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് പറയാതെ വയ്യ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് ഒരു എൻഡിങ് ആവശ്യമായിരുന്നു വീഡിയോൻ്റെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഗാലറിയിൽ ഞാൻ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസൊക്കെ ചെയ്ത് വെച്ചേക്കണതിനെ കൊണ്ട് തന്നെ സ്പേസ് ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ച സ്പേസ് ഉണ്ടെന്നാണ് വിചാരിച്ചത്, പക്ഷേ സ്പേസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ താനെ വീഡിയോ ആയിപ്പോയി. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, സ്പേസ് ഇല്ലെങ്കിൽ പിന്നെ താനെ നമുക്കത് ലാസ്റ്റ് ഭാഗമൊന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ താങ്ക്സ് ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് വീഡിയോയിൽ. ഇപ്പോൾ വീഡിയോസൊക്കെ കണ്ടിന്യൂ ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടൈപ്പ് സെറ്റ് ചെയ്ത് വെക്കും. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല, നമ്മൾ ചെയ്ത വീഡിയോ നമ്മൾ ഗാലറി ചെയ്ത് വെച്ചേക്കാണ്. അപ്പം നമ്മൾ വിചാരിച്ച് ഈ വീഡിയോയിൽ പറയുന്നത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നി, കാരണം ഒരു അവസാനം ഇല്ലാതെ അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥയെ വീഡിയോ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയാൻ കാരണം. വീഡിയോന് ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലേ അതിനൊരു എന്താ പറയുക, ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുള്ളൂ. എന്നാലും നമുക്ക് ഫുൾ ക്വാളിറ്റി ഒന്നും പറയാനാവില്ല. നമ്മുടെ ഒരു സ്റ്റൈലും നമ്മുടെ സംസാരത്തിൻ്റെ ആ ഒരു ക്ലാസ് ശരിക്കും നമുക്ക് മനസ്സിലാക്കി എല്ലാവരിലേക്കും എത്തിക്കാനുള്ള നമ്മുടെ ഒരു കഴിവ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നാലും ഈ ഒരു കാര്യം യൂട്യൂബിലെ വീഡിയോ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ റെസ്പോൺസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ കഴിഞ്ഞ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യില്ല എന്നാണ് പറഞ്ഞത്, വീഡിയോ നമ്മൾ ലാസ്റ്റ് ഭാഗത്ത് പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ വീഡിയോ എഡിറ്റർ യൂസ് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഉറപ്പില്ല ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കും, ഇല്ലെങ്കിൽ നമ്മൾ അതേ രീതിയിൽ തന്നെ അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പം എന്തായാലും ലാസ്റ്റ് ഭാഗം എന്തായാലും ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ദയവേത് നിങ്ങൾ ക്ഷമിക്കുക. എന്തായാലും ഡ്രോബാക്സ് ഒക്കെ ഒരു താങ്ക് യു സോ മച്ച് ഒക്കെ പറയുമ്പോൾ നിങ്ങളോട് എന്താ പറയുക, ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതാരണം പിന്നെ നമുക്കത് സാറ്റിസ്ഫൈഡ് ആണ്. എന്നാലും ഒരു എൻഡിങ് എന്തായാലും ആവശ്യമാണ്, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. എന്തായാലും നമ്മൾ എഡിറ്റിങ് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യണമെന്നുള്ള പ്രത്യേകതയുണ്ട്. ലാസ്റ്റ് ഭാഗമൊക്കെ നമ്മൾ ഇതിന് മുന്നൊക്കെ നമ്മൾ പറയാതെ തന്നെയാണ് അപ്ലോഡ് ചെയ്തേക്കുന്നത്. ചില എഡിറ്റ് ചെയ്യാതെ തന്നെ നമ്മൾ അതേ രീതിയിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാണ് ചെയ്തത്. അപ്പം ആദ്യമായിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കംഫർട്ടബിൾ ആവോ നമുക്കറിയില്ല. എന്തായാലും ഒരു പക്ഷേ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാതെ അപ്ലോഡ് ചെയ്യാം, അത്രേ നമുക്ക് പറയാനാവുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് കഴിഞ്ഞ വീഡിയോൻ്റെ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ടോപ്പിക്സ് നമ്മൾ എല്ലാ കാര്യവും കറക്റ്റായിട്ട് പറഞ്ഞിരുന്നു. ടോപ്പിക്സുകളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിരുന്നു. ലാസ്റ്റ് ഭാഗം മാത്രമേ പറയാൻ പറ്റാതെ പോയത്. അപ്പം ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ പറഞ്ഞ ടോപ്പിക്സ് ഡയറക്റ്റ് ആക്ഷൻ കമ്പൈൻ 1946, പിന്നെ അതിന് മുന്നുള്ള ടോപ്പിക്ക് റൈസ് ആൻഡ് ഡിക്ലൈൻ. അതിൽ ഫസ്റ്റ് പറഞ്ഞ ടോപ്പിക്ക് ആസാദ് ഹിന്ദ് ഫൗജ് ഇന്ത്യൻ നാഷണൽ ആർമി INA. അതിൽ വരുന്നതാണ് ഒറിജിൻ ആൻഡ് പർപ്പസും റൈസ് ആൻഡ് ഡിക്ലൈനും. അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആക്ഷൻ കമ്പൈൻ 1946, അതിൻ്റെ പാരഗ്രാഫാണ് നമ്മുടെ വീഡിയോയിൽ കാണുന്നത്. പിന്നെ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ 1946 ഒക്കെ നമ്മൾ പറഞ്ഞു. അതെന്തായാലും വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഇൻട്രീം ഗവൺമെൻറ് 1946 ആണ്. നോക്കാം. ഇൻട്രീം ഗവൺമെൻറ് 1946. On 2 September 1946, an interim government was formed on the 653 formula. On 2 September 1946, an interim government was formed on the
653 formula. On 2 September 1946, an interim government was formed on the 653 formula. It had 3 Congresses men, 5 Muslim League representatives, and 3 representatives of minorities. The composition of the 14-member interim government was as follows. On 2 September 1946, an interim government was formed on the 653 formula. It had 3 Congresses men, 5 Muslim League representatives, and 3 representatives of minorities. The composition of the 14-member interim government was as follows. 1. Jawaharlal Nehru, Vice President. 2. Vallabhbhai Patel, Home, Information, Executive Council, External Affairs and Broadcasting, and Commonwealth Relations. 3. Baldev Singh, Defense. 4. Liaquat Ali Khan, Finance. 5. Dr. John Mathai, Industries and Supplies. 6. Ghazanfar Ali Khan, Health. 7. Rajendra Prasad, Food and Agriculture. 8. Jogindernath Mandal, Law. 9. C.H. Baba, Works, Mines and Power. 10. Jagivan Ram, Labor. 10. Jagjeevan Ram, Labor. 10. Jagjeevan Ram, Labor. 11. T.T. Kudrigar, Commerce. 11. T.T. Kudrigar, Commerce. 12. Abdur Rab Nishtar, Communications. 12. Abdur Rab Nishtar, Communications. 13. Asaf Ali, Railways. 14. C. Rajagopalachari, Education. The Muslim League joined the interim government without any intention to cooperate. They kept on organizing anti-congresses and anti-Hindu rallies in Punjab and United Provinces. Liaquat Ali, the finance minister, presented the first budget, which was allegedly designed to harm the industrialists and the merchant community dominated by the Hindus. The Muslim League kept its hard stance of not joining the Constituent Assembly, which began its sitting in New Delhi on 9 December 1946 and started pressing for its demand of Pakistan. Interim government 1946 ആണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കാം. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് പറയാനുള്ളത് മൗണ്ട് ബാറ്റൻ പ്ലാൻ 1947. മൗണ്ട് ബാറ്റൻ പ്ലാൻ 1947. Mount Batten Plan 1947. On 3 June 1947, Lord Mountbatten announced a plan offering a key to the political and constitutional deadlock created by the refusal of the Muslim League to join the Constituent Assembly formed to frame the Constitution of India. Mountbatten's formula was to divide India but to retain maximum unity. The country would be partitioned, but so would Punjab and Bengal, so that the limited Pakistan that emerged would meet both the Congresses and the League's position to some extent. The League's position on Pakistan was considered in that it would be created, but the Congress's position on unity would be taken into account to make Pakistan as small as possible. He laid down detailed principles for the partition of the country and speedy transfer of political power in the form of dominion status to the newly formed dominions of India and Pakistan. Its acceptance by the Congresses and the Muslim League resulted in the birth of Pakistan. Mountbatten Plan 1947 ആണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
നിസ്സായിട്ടുള്ള ടോപ്പിക് ഉണ്ട്, അത് നോക്കാം. ക്രോണോളജി ഓഫ് INM 1940 ഓൺവാർഡ്സ് നോക്കാം. ക്രോണോളജി ഓഫ് INM 1940 onwards. Chronology of INM 1940 onwards. Lahore section 1940 Muslim League. August of offer 1940 individual CDM 1940 by Gandhi. Crips mission 1942 Quit India movement 1942 Karachi section 1943 Muslim League. Simla conference and Weibull Plan 1945, Cabinet Mission 1946, Indian Government 1946, Attlee Announcement February 1947, Mountbatten Plan June 1947, Indian Independence Bill July 1947. അപ്പോൾ ക്രോണോളജി ഓഫ് INM 1940 ഓൺവാർഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത ടോപ്പിക് നോക്കാം. ജൂൺ തേർഡ് പ്ലാൻ ആണ് നമുക്ക് പറയാനുള്ളത്. ജൂൺ തേർഡ് പ്ലാൻ earlier when all of Mountbatten's efforts to keep India united failed, he asked Ismay chief of staff to chalk out a plan for the transfer of power and the division of the country. It was decided that none of the Indian parties would view it before the plan was finalized. However, before the announcement of the plan, Nehru, who was staying with Mountbatten as a guest at his residence at Simla, had a look at the plan and rejected it. However, before the announcement of the plan, Nehru, who was staying with Mountbatten as a guest at his residence at Simla, had a look at the plan and rejected it. However, before the announcement of the plan, Nehru, who was staying with Mountbatten as a guest at his residence at Simla, had a look at the plan and rejected it. Mountbatten then asked VP Menon, the only Indian in his personal staff, to present a new plan for the transfer of power. Nehru edited Menon's formula and then Mountbatten himself took the new plan to London, where he got it approved without any alteration. Attlee and his cabinet gave the approval in a meeting that lasted not more than 5 minutes. Mountbatten came back from London on 31st May and on 2 June met Indian leaders including Nehru, Patel, Kripalani, Jinnah Liaquat Ali, Nishtar and Baldev Singh. After these leaders approved the plan, Mountbatten discussed it with Gandhi and convinced him that it was the best plan under the circumstances. The plan was made public on 3 June and is thus known as the third plan. After these leaders approved the plan, Mountbatten discussed it with Gandhi and convinced him that it was the best plan under the circumstances. The plan was made public on 3 June and is thus known as the third plan. The following were the main clauses of the plan. 1. The provincial legislative assemblies of Punjab and Bengal were to meet in two groups, that is the Muslim majority districts and the non-Muslim majority districts, if any of the two decided in favor of the division of the province. Then the Governor General would appoint a boundary commission to demarcate the boundaries of the province on the basis of ascertaining the contiguous majority areas of the Muslims and the non-Muslims. 2. The Legislative Assembly of Sindh, excluding its European members, was to decide either to join the existing Constituent Assembly or the new Constituent Assembly.
3. In order to decide the future of the Northwest Frontier Province, a referendum was proposed. The electoral college for the referendum was to be same as the electoral college for the Provincial Legislative Assembly in 1946. 3. In order to decide the future of the Northwest Frontier Province, a referendum was proposed. The electoral college for the referendum was to be the same as the electoral college for the Provincial Legislative Assembly in 1946. 4. Balochistan was also to be given the option to express its opinion on the issue. 5. If Bengal decided in favor of partition, a referendum was to be held in the Sylhet district of Assam to decide whether it would continue as a part of Assam or be merged with the new province of East Bengal. The Nawab of Junagadh announced to join Pakistan, but people of the region wanted to join India, and therefore a plebiscite was held and the area remained with India. The Nizam of Hyderabad also made an attempt to claim an independent status, but was forced to, as he said in 1948, after an internal revolt had broken out in its Telangana area and Indian troops marched in Hyderabad. The Maharaja of Kashmir also delayed accession to India. He acceded in October 1947 after Pathans and regular armed forces of Pakistan invaded Kashmir. The Nawab of Junagadh announced to join Pakistan, but the people of the region wanted to join India, and therefore a plebiscite was held and the area remained with India. The Nizam of Hyderabad also made an attempt to claim an independent status, but was forced to accede in 1948 after an internal revolt had broken out in its Telangana area and Indian troops marched in Hyderabad. The Maharaja of Kashmir also delayed accession to India. He acceded in October 1947 after Pathans and irregular armed forces of Pakistan invaded Kashmir. He acceded in October 1947 after Pathans and irregular armed forces of Pakistan invaded Kashmir. June 3rd പ്ലാനാണ് നമ്മൾ പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഈ ടോപ്പിക്കിൽ, ദയവേത് ക്ഷമിക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് ഇന്ത്യ വിൻസ് ഫ്രീഡം. Indian Independence Act of 1947. Indian Independence Act of 1947. The bill containing the provisions of the Mountbatten Plan of 3 June 1947 was introduced by British Prime Minister Clement Attlee in the House of Commons on 14 July 1947 and passed as the Indian Independence Act of 1947. The act made in India and Pakistan independent dominions, and the princely states were left to accede to either of the two. The act laid down detailed measures for the partition
of India and speedy transfer of political power to the new governments of India and Pakistan. The Simple Act, containing 20 sections and 3 schedules, constituted two independent dominions of India and Pakistan with effect from 15 August 1947. The silent features of the Act were as follows. The silent features of the Act were as follows. 1. Creation of India and Pakistan, two independent dominions with effect from 15 August 1947. 2. Setting up of a boundary commission for demarcating the international boundaries in the states of the Punjab and Bengal under the chairmanship of Sir Cyril Radcliffe. 2. Setting up of a boundary commission for demarcating the international boundaries in the states of the Punjab and Bengal under the chairmanship of Sir Cyril Radcliffe. 3. The respective constituent assemblies of India and Pakistan would be fully sovereign bodies, but with a choice to sever their link from the British Commonwealth of Nations. 3. The respective constituent assemblies of India and Pakistan would be fully sovereign bodies, but with a choice to sever their link from the British Commonwealth of Nations. 4. The Governor General appointed by the British throne would become constitutional head. 5. The Act of 1935 the Act of 1935 would be used as the governing constitution till the formation of a new constitution. 6. Indian states would be free to join either India or Pakistan without any pressure from the British Crown or to be declare themselves as independent nations. 7. The Secretary of State of India would conclude his activities from 15 August 1947 onwards. 8. The provisions of Statute of Westminster of 1931 to remain applicable to both India and Pakistan. 8. The provisions of Statute of Westminster of 1931 to remain applicable to both India and Pakistan. India wins freedom. Indian Independence Act 1947 നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് ഇന്ത്യ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. Sir C. Rajagopalachari became the first and the only Indian Governor General of India in 1948. Jawaharlal Nehru took over as the first Prime Minister in 1950. Sardar Vallabhbhai Patel single-handedly dealt with the accession of all princely states. All states were merged into neighboring provinces. The states of Kashmir, Hyderabad and Mysore merged later on. Mahatma Gandhi undertook a fast for the sake of Muslim rights. On 30 January 1948, he was assassinated by Nautram Vinayak Godse at a prayer meeting in the Birla House in Delhi. On 30 January 1948, he was assassinated by Nautram Vinayak Godse at a prayer meeting in the Birla House in Delhi. On 13 September 1948, the Indian Army marched into Hyderabad after the violent actions of the Razakars, and the state acceded to the Indian Union. On 26 November 1949, the Constituent Assembly passed the new Constitution of India.
On the morning of 26 January 1950, India was proclaimed a republic, and Dr. Rajendra Prasad took over as the first president, Dr. S. Radhakrishnan as the vice president, and Jawaharlal Nehru as the first prime minister of India. On 13 September 1948, the Indian army marched into Hyderabad after the violent actions of the Razakars, and the state acceded to the Indian Union. On 26 November 1949, the Constituent Assembly passed the new Constitution of India. On the morning of 26 January 1950, India was proclaimed a republic, and Dr. Rajendra Prasad took over as the first president, Dr. S. Radhakrishnan as the vice president, and Jawaharlal Nehru as the first prime minister of India. India immediately after independence നമ്മൾ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. ഇനി നമുക്ക് പറയുന്നത് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. In accordance with the Indian Independence Act 1947, India was partitioned on 15 August 1947 into India and Pakistan. It also provided for the complete end of British control over Indian affairs. From 15 August 1947, the British rule was fully and finally transferred to the two dominions. Bloodshed and violence marked the exodus of refugees. In October 1947, a Pathan tribal force entered Kashmir with Pakistani backing, but Maharaja Hari Singh decided to accede to the Indian Union, allowing Indian troops to be airlifted to the state. In October 1947, Lord Mountbatten was appointed the Governor General of Free India and Jinnah the first Governor General of Pakistan. Liaquat Ali Khan became its first prime minister. Pakistan became a dominion within the British Commonwealth of Nations. The boundaries of Pakistan emerged on the map of the world in 1947. This was accomplished on the basis of the two-nation theory. The boundaries of Pakistan emerged on the map of the world in 1947. This was accomplished on the basis of the two-nation theory. പാർട്ടീഷൻ ഓഫ് ഇന്ത്യ നമ്മൾ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ടേബിളാണ് പറയാനുള്ളത്, നോക്കാം. ടേബിൾ 4.7 സമ്മറി ഫ്രീഡം മൂവ്മെന്റ്. നമ്പർ ഈവന്റ് ഇയർ സിഗ്നിഫിക്കൻസ്. 1. Sepoy Mutiny 1957, First War of Independence due to dissatisfaction of the Indian soldiers. 2. Indian National Congresses 1880, initiated by A.O. Hume, first President W.C. Banerjee. 3. Swadeshi Movement 1905, boycott of foreign goods. 4. Home Rule Movement 1916, led by Dr. Mrs. Annie Besant. 5. Lucknow Pact 1916, Hindu-Muslim unity which weakened the British. 6. Civil Disobedience 1920, Non-Violent Non-Cooperation Movement led by Gandhiji. 7. Khilafat Movement 1920, Muhammad Ali and Shaukat Ali led the movement for restoration of Khilafat
alienating Muslims from the British. Muhammad Ali and Sharukat Ali led the movement for restoration of Khilafat, alienating Muslims from the British. 8 Chowri Chowra incident 1922. Mob clashed with police, killing 22 policemen. Gandhiji called off the civil disobedience movement. 9 Non-Cooperation Movement 1922. With Gandhi's support of the Khilafat movement, Hindus and Muslims launched the Non-Cooperation Movement. 10 Swaraj Party 1922. Gandhiji's decision to call off the civil disobedience movement led to the formation of the Swaraj Party initiated by Motilal Nehru. 11 Dandi March 1930. Gandhiji launched the movement to break the Salt Law. 12 Quit India Movement 1942. Led by Gandhiji asking the British to leave India. 12 Quit India Movement 1942. Led by Gandhiji asking the British to leave India. 13 Direct Action Combine 1946. Launched by Muslim League resulted in heavy raids. 13 Direct Action Combine 1946. Launched by Muslim League resulted in heavy riots. Table 4.7 summary freedom movement നമ്മൾ പറഞ്ഞത് അതിൽ നമ്പർ ഇവന്റ് ഇയർ സിഗ്നിഫിക്കൻസ് ഒക്കെ പറഞ്ഞു മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ടഫ് ആയിട്ടുള്ള വേർഡ്സ് നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു ടേബിള്, ദയവേതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് ടേബിൾ 4.8 റിഫോംസ് ആക്ട്സ് ഡ്യൂറിംഗ് ബ്രിട്ടീഷ് പീരീഡ്. ടേബിൾ 4.8 റിഫോംസ് ആക്ട്സ് ഡ്യൂറിംഗ് ബ്രിട്ടീഷ് പീരീഡ്. നമ്പർ nomenclature of the reforms acts year during the term of significance. Number nomenclature of the year reforms acts during the term of significance. 1 Prohibition of sati and female infanticide 1829. Lord William Bentinck, supported by Rajaram Monroe. Number nomenclature of the year reforms acts year during the term of significance. 2 Doctrine of Lapse 1848. Lord Dalhousie. Adoption of sons by rulers in the absence of their natural heirs was banned. സോറി, നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി പോയി, അത് കാരണം വീഡിയോ അവസാനിപ്പിക്കേണ്ട ഒരു സ്ഥിതിയാണ് വന്നേക്കുന്നത്. ക്യാമറ ക്ലാരിറ്റി ഇല്ലാത്തതിന് വീഡിയോയിൽ ദയവേത് ക്ഷമിക്കാം. നമ്മൾ അടുത്ത വീഡിയോയിൽ ഈ ടോപ്പിക്സ് തന്നെ ആയിരിക്കും ക്ലാസ് എടുക്കുന്നത്. ടേബിൾ 4.8 റിഫോംസ് ആക്ട്സ് ഡ്യൂറിങ് ബ്രിട്ടീഷ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ ടേബിൾ തന്നെ ആയിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഇത് അത്യാവശ്യം വലിയ ടേബിൾ തന്നെയാണ്. 20 വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടേബിൾ 4.9 സോഷ്യൽ ആൻഡ് കൾച്ചറൽ അവേക്കിംഗ് സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സ്. ടേബിൾ 4.10 അടുത്തത് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. പീരിയഡ് ഇവന്റ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞിട്ട് കുറെ കൊടുത്തിട്ടുണ്ട്. ഈ ടോപ്പിക്സുകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ക്ലാസ് എടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകൾ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്കിനെ കുറിച്ച് നമ്മൾ ടോപ്പിക്സ് പറഞ്ഞ ടൈമിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ സ്പോട്ടിൽ തന്നെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കാം. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ സിലബസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എയർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്യാൻ നോക്കണം, ഒരിക്കലും മറക്കരുത്. പിന്നെ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യില്ല, നേരിട്ട് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യണം എന്നുള്ള പ്രത്യേകതയും കൂടി ഉണ്ട്. പിന്നെ നമ്മൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എൻ്റർടൈൻമെൻറ്റ് വീഡിയോ എന്നുള്ള രീതിയിൽ തന്നെ.
അതുപോലെ തന്നെ നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസൊക്കെ ദയവേത് വാച്ച് ചെയ്ത് നോക്കണം. ഹെഡ്ഫോൺ വെച്ചൊക്കെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അത്രയ്ക്ക് നല്ല വീഡിയോസാണ്. നിങ്ങൾ ഒരിക്കലും എൻ്റെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോ വാച്ച് ചെയ്യാൻ മറന്നു പോകരുത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോസ് ആയതുകൊണ്ടാണ് നമ്മൾ എല്ലാ വീഡിയോസിലും പ്രത്യേകം പ്രാധാന്യം എടുത്ത് പറയുന്നത്, ഈ വീഡിയോനെ കുറിച്ച് മാത്രമായിട്ട്. എന്തായാലും നിങ്ങൾ ആ വീഡിയോ വാച്ച് ചെയ്താലേ ഞാൻ പറയുന്നതിലൊക്കെ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എൻ്റർടൈൻമെൻറ്റ് വീഡിയോസൊക്കെ എക്സലൻ്റ് ആണ്. അതുപോലെ തന്നെ മനസ്സിനൊക്കെ നമുക്ക് നല്ല ഫ്രഷ്നെസ്സും ഹാപ്പിനെസ്സും ഒക്കെ പ്രദാനം ചെയ്യും എന്നുള്ള പ്രത്യേകതയും കൂടി ഉണ്ട്. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ ദയവായിട്ടുള്ള സഹകരണം കൂടി പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രി എടുക്കണം എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട്. അപ്പോൾ CCTV വേണ്ടി നല്ല രീതിയിൽ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പം നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാമൊക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മൾ അധികം വൈകാതെ തന്നെ ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. രാത്രി തന്നെ ചെയ്യണം. 2 വീഡിയോയും നമ്മൾ ഒരു ദിവസം ചെയ്യണം എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ ഈ ടോപ്പിക്ക് തന്നെ നമ്മൾ ക്ലാസ് എടുക്കും. 2 വീഡിയോയും ഓരോ ദിവസം തന്നെ നമ്മൾ അപ്ലോഡും ചെയ്യും യൂട്യൂബിൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാവ് എ വണ്ടർഫുൾ ഡേ. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.